യെസ് ഷാജഹാൻ, ഹൈക്കോടതി പോലും ഗുഡ് സർട്ടിഫിക്കറ്റ് കൊടുത്തിരിക്കുകയാണ് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന്. മാത്രമല്ല, ഹൈക്കോടതി കഴിഞ്ഞ ദിവസം നടത്തിയ പരാമർശം, അതായത് പ്രതികൾ ജാമ്യം കിട്ടി പുറത്തു പോട്ടെ, പക്ഷേ ഒരു പ്രതി പോലും ഈ കേസിൽ നിന്ന് രക്ഷപ്പെടില്ല. അത് ഹൈക്കോടതി എൻഷുവർ ചെയ്യുന്നു. ഇപ്പോൾ ഹൈക്കോടതിയെ പഴിചാരിയാണ് CPM പറയുന്നത്, സർക്കാർ ഇതിൽ ഇടപെടുന്നില്ല, സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം സ്വതന്ത്രമായിട്ടാണ് അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകുന്നതെന്നൊക്കെ. പക്ഷേ എങ്കിലും ഉണ്ണികൃഷ്ണൻ പൊറ്റി ഇറങ്ങി, നാളെ ഇപ്പോൾ പത്മകുമാർ ഇറങ്ങും, വാസു ഇറങ്ങും, മറ്റുള്ളവരെല്ലാം പുറത്തിറങ്ങും. ഇപ്പോൾ പുറത്തിറങ്ങുന്നവരുടെ പിറകെ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം പോകുമെന്ന് ഞാൻ കരുതുന്നില്ല. അങ്ങനെ ഒരു മോണിറ്ററിംഗ് ഉണ്ടാവുമെന്ന് ഞാൻ കരുതുന്നില്ല. കാരണം ഈ പുറത്തിറങ്ങുന്ന പ്രതികൾക്ക് എല്ലാം ഈ പറയുന്നത് പോലെ CPM കണക്ഷനുണ്ട്. അപ്പോൾ ആ ഒരു പരിരക്ഷ ലഭിക്കുമെന്ന കാര്യത്തിലും യാതൊരു സംശയമില്ല. പക്ഷേ എങ്കിലും ഇത് നമുക്ക് അംഗീകരിക്കാൻ പറ്റുന്നൊരു കാര്യമാണോ? എനിക്ക് ആദ്യമായിട്ട് സൂചിപ്പിക്കാനുള്ളത്, ഈ CPMൻ്റെ ഒരു പ്രതിനിധി അവിടെ ഇരിപ്പുണ്ട്. അപ്പോൾ അദ്ദേഹം ഇന്നലെ ചർച്ചയിൽ വന്നപ്പോൾ ആ ചർച്ചയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അദ്ദേഹത്തിനും അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനുമൊക്കെതിരെ ഒരുപാട് പരാമർശങ്ങൾ വന്നു. അതിൽ അദ്ദേഹത്തിന് ദുഃഖമുണ്ട് എന്നും അനിൽ നമ്പ്യാർ അവരെയൊക്കെ ഒന്ന് പറഞ്ഞ് ബോധ്യപ്പെടുത്തണമെന്നൊക്കെ അദ്ദേഹം പറയുന്നത് കേട്ടു. എനിക്കൊന്ന് അദ്ദേഹം ഒരു പുതുമക്കാരനായതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ തോന്നുന്നത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. അദ്ദേഹത്തിൻ്റെ പാർട്ടിക്കാർ നടത്തുന്ന അധിക്ഷേപത്തിന് എന്താണെന്നുള്ളത് അദ്ദേഹത്തിനൊന്നും മനസ്സിലായിട്ടില്ല. ഞങ്ങളെപ്പോലെയൊക്കെയുള്ള ആളുകൾ കുറെ കാലമായി ഞാൻ അങ്ങേ അധിക്ഷേപിച്ചിട്ടില്ല. അല്ല, പാർട്ടിക്കാരെ അധിക്ഷേപിച്ച കാര്യമല്ല. ഞാനൊന്ന് പറഞ്ഞോട്ടെ, എനിക്കെന്ത് പറയാനൊരു കുറച്ച് സമയം തരണം. കുറച്ച് പറയുന്നുണ്ട് ഞാൻ. ഇടയ്ക്ക് കയറരുത്. ഞാൻ പറഞ്ഞു കഴിയുമ്പോൾ പറഞ്ഞോ, ഇടയ്ക്ക് കയറി അർത്ഥങ്ങൾ ഉണ്ടാക്കരുത്. ഞാൻ ഒറ്റ കാര്യം മാത്രമേ പറയുന്നുള്ളൂ. ഒരു 10 വർഷം മുമ്പ് ഈ നിങ്ങളുടെ പാർട്ടിക്കാർ ഫേസ്ബുക്കിൽ എനിക്കെതിരെ പറഞ്ഞത് എന്നെ കൊന്നിട്ട് ഉപ്പിലിട്ട് കുഴിച്ചു മൂടണമെന്നാണ്. മനസ്സിലായോ? CK രവിശങ്കർക്ക് നിങ്ങളുടെ പാർട്ടി CPMക്കാർ 10 വർഷം മുമ്പ് എനിക്കെതിരെ പറഞ്ഞത്. ഇതൊക്കെ കണ്ടുകൊണ്ടാണ് ഞങ്ങളിപ്പോഴും രാഷ്ട്രീയത്തിൽ നിൽക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഈ അധിക്ഷേപം എന്ന് പറയുന്നത് CPMക്കാരും കൂടെ ചെയ്യുന്നുണ്ട് എന്നുള്ളതും കൂടി ഒന്ന് മനസ്സിലാക്കിക്കൊള്ളണം. അത്രേ ഞാൻ പറഞ്ഞുള്ളൂ. വലിയ മനോവിഷമം ഉണ്ടായതുകൊണ്ട് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ഇനി വിഷയത്തിലേക്ക് വരാം. വിഷയത്തിലേക്ക് വരുമ്പോൾ എനിക്ക് ആമുഖമായി പറയാനുള്ളത്, ഇതിനെക്കുറിച്ചിട്ടൊക്കെ കുറച്ച് വിശദമായി ഒന്ന് പരിശോധിച്ചിട്ടൊക്കെ വരുന്നതായിരിക്കും നല്ലത് എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ശ്രീമാൻ ബാബു അവിടെ ഇരുന്ന് കുറേ വസ്തുനിഷ്ഠമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു. അപ്പോൾ അതിനെക്കുറിച്ചിട്ട് നമ്മളിങ്ങനെ ജനറലൈസ് ചെയ്ത് മറുപടി പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. വിഷയത്തിലേക്ക് പോകാം. ഈ ശബരിമല പെരുങ്കൊള്ള എന്ന് പറയുന്നത് അതിഗുരുതരമായിട്ടുള്ളൊരു വിഷയമാകുന്നത് കേരളത്തിലെ പ്രബല മതവിഭാഗമായിട്ടുള്ള ഹിന്ദുക്കളുടെ അവരേറ്റവും കൂടുതൽ നെഞ്ചേറ്റുന്ന അവരുടെ മഹാക്ഷേത്രമാണ് ശബരിമല. ആ ശബരിമലയിലെ ശ്രീകോവിലിൽ പൊതിഞ്ഞിരുന്ന സ്വർണം, 10-30 കിലോയുടെ സ്വർണം കുറേ അവന്മാർ വന്ന് അടിച്ചോണ്ടങ്ങ് പോയിട്ട് ഇപ്പോൾ ഏതാണ്ട് ഒരു 130 ദിവസത്തെ അന്വേഷണം കഴിഞ്ഞിട്ടും ഈ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയും CPMും പിണറായി വിജയനുമൊക്കെ വലിയ ആധികാരികതയോടുകൂടി പറയുന്ന ഈ SIT സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം ഈ 100 ചില്ലാനം ദിവസത്തെ അന്വേഷണം കഴിഞ്ഞിട്ടും ഈ അടിച്ചോണ്ട് പോയ സ്വർണത്തിൽ 574 ഗ്രാം സ്വർണം മാത്രമാണ് കണ്ടുപിടിച്ചിട്ടുള്ളത്. ശ്രീമാൻ രവിശങ്കർ കൃത്യമായി ഇതൊക്കെ ശ്രദ്ധിച്ചോണം, പഠിച്ചിട്ടില്ലാന്ന് തോന്നുന്നു, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഈ 574 ഗ്രാം സ്വർണവും ഈ പങ്കജ് ഭണ്ഡാരിയും ഗോവർദ്ധനയും കാണാൻ ബഹുമാനപ്പെട്ട SITക്കാർ അവിടെ ചെന്നു. വെങ്കടേഷിൻ്റെ നേതൃത്വത്തിലുള്ള SITക്കാർ അവിടെ ചെന്നപ്പോൾ പങ്കജ് ഭണ്ഡാരിയും ഗോവർദ്ധനും കൂടെ പറഞ്ഞു, ഞങ്ങൾ സ്വർണം പൂശിക്കഴിഞ്ഞ് ബാക്കി വന്ന ഒരു 574 ഗ്രാം സ്വർണം ബാക്കി വന്നതിന് ഇക്വലൻ്റായിട്ട് ഞങ്ങളൊരു 574 ഗ്രാം സ്വർണം തരാമെന്ന് പറഞ്ഞു. ഉടനെ അത് കേട്ട വെങ്കടേഷ് എന്ത് ചെയ്യുന്നറിയാവോ? അതങ്ങ് വിശ്വസിച്ചു. അവർ പ്രതികളാണേ, അവർ പറഞ്ഞതങ്ങ് വിശ്വസിച്ചിട്ട് ഈ 574 ഗ്രാം സ്വർണം മേടിച്ചുകൊണ്ട് വന്ന് തൊണ്ടിയായിട്ട് കോടതിയിൽ കൊടുത്തു. എനിക്കതിൻ്റെ യുക്തി മനസ്സിലാവുന്നില്ല. അത് പ്രതികൾ പറഞ്ഞതല്ലേ, അതെങ്ങനെയാണ് SIT അന്വേഷിക്കുന്നത്? അതുകൊണ്ടൊന്ന് കൊടുത്തു. 30 കിലോ സ്വർണം എവിടെയോ പോയിട്ടുണ്ട്.
അന്താരാഷ്ട്ര തലത്തിൽ പുരാവസ്തു സംഘങ്ങൾ ഇത് കൊണ്ടുപോയോ എന്ന് അന്വേഷിക്കണമെന്ന് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി തന്നെയാണ് പറഞ്ഞത്. അതെ. 4ാമത്തെ 5ാമത്തെ ഇടക്കാല റിപ്പോർട്ടിൽ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ദേവസ്വം ബെഞ്ച് തന്നെയാണ് പറഞ്ഞത്. സുഭാഷ് കപൂർ, ആ സുഭാഷ് കപൂറിനെ നമുക്ക് പരിചയപ്പെടുത്തി തന്നത് ബഹുമാനപ്പെട്ട ദേവസ്വം ബെഞ്ചാണ്. അദ്ദേഹം പുരാവസ്തു കള്ളക്കടത്തുകാരനാണ്. അപ്പോൾ അയാളുമായി ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ബന്ധമുണ്ടോ എന്നൊക്കെ അന്വേഷിക്കണം എന്ന് നമ്മളോട് പറഞ്ഞത് ആരാണ്? ദേവസ്വം ബെഞ്ചാണ്. ആ ദേവസ്വം ബെഞ്ച് തന്നെ 90 ദിവസം കഴിഞ്ഞപ്പോൾ SIT കുറ്റപത്രം സമർപ്പിക്കാഞ്ഞുകൊണ്ട് അന്താരാഷ്ട്ര പുരാവസ്തു കള്ളക്കടത്ത് സംഘവുമായി ബന്ധമുണ്ടാകാൻ ഇടയുണ്ട് എന്ന് പറഞ്ഞ പോറ്റിയെക്കുറിച്ചിട്ട് പറഞ്ഞ അതേ SIT തന്നെ കുറ്റപത്രം സമർപ്പിക്കാത്തതുകൊണ്ട് അവരെല്ലാവരും ഇറക്കി വിടുകയാണ്. ഇറക്കി വിട്ടിട്ട് ഇവിടെ ഇരിക്കുന്ന CPMൻ്റെ പ്രതി പറയാണ് SITയുടെ ഒരു കണ്ണ് അങ്ങ് പോറ്റിയുടെ പുറകെ ഉണ്ടാകുന്നു, പിന്നെ ബാക്കി ഒരു കണ്ണ് മാത്രമേ കാണുള്ളൂ, ഒരു കണ്ണങ്ങ് പോറ്റിയുടെ പുറകെ ആയിരിക്കും പോയിക്കൊണ്ടിരിക്കുന്നത്. എനിക്ക് മനസ്സിലാവുന്നില്ല. ഈ SITക്ക് 3 തവണ നീട്ടിക്കൊടുത്തു. അതിൻ്റെ ഡേറ്റ് ഉൾപ്പെടെ ഞാൻ പറയാം. അതായത് ആദ്യം 6/10/2025 ഒരു 6 ആഴ്ച കൊടുത്തു. അത് കഴിഞ്ഞ് 3 ഡിസംബർ 2025 ഒരു 6 ആഴ്ച കൊടുത്തു. ജനുവരി 5-നും ഒരു 6 ആഴ്ച കൊടുത്തു. അപ്പോൾ ഏതാണ്ട് ഒരു 130 ദിവസത്തിൽ കൂടുതൽ അന്വേഷണം നടന്നിട്ടുണ്ട്. എന്താണ് അന്വേഷണം? അന്വേഷണത്തിൽ എന്താണ് സംഭവിച്ചിട്ടുള്ളത്? 574 ഗ്രാം സ്വർണം കിട്ടി. ബാക്കിയുള്ളവന്മാരെല്ലാം ജാമ്യത്തിൽ പോയി. ഇനി ബാക്കിയുള്ളവന്മാരും കൂടി അവർ ജാമ്യത്തിലിറങ്ങി അവരവരുടെ വഴിക്ക് പോകും. ഇതാണ് നടന്നിട്ടുള്ളത്. ഇനി SITയെ കുറിച്ചിട്ട് ബഹുമാനപ്പെട്ട ദേവസ്വം ബെഞ്ച് പറഞ്ഞെന്താണെന്നറിയോ? We are satisfied that the investigation is being carried out in a professional and thorough manner, leaving no stone unturned. ഇതാണ് പറഞ്ഞത്. അതായത് വളരെ പ്രൊഫഷണലായും വളരെ ആഴത്തിലും ഈ ലീവിങ് സ്റ്റോൺസ് അൺടേൺഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ഭാഗങ്ങളും അവരന്വേഷിക്കുന്നുണ്ട് എന്നാണ് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ദേവസ്വം ബെഞ്ച് പറഞ്ഞത്. എനിക്ക് ആ ദേവസ്വം ബെഞ്ചിനോട് ചോദിക്കാനുള്ള ദേവസ്വം ബെഞ്ചിൻ്റെ 1-2 വിധിന്യായങ്ങൾ ഞാൻ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. അതിൽ 5 നവംബർ 2025 ദേവസ്വം ബെഞ്ച് ഒരു ഉത്തരവിറക്കിയിരുന്നു. ആ ഉത്തരവിൽ കെ എന്ന് പറഞ്ഞ പാരഗ്രാഫിൽ ദ ഫർദർ ഇറഗുലാരിറ്റീസ് ഇൻ കണക്ഷൻ വിത്ത് ഗോൾഡ് പ്ലേറ്റിംഗ് ഓഫ് ദ്വാരപാലകാസ് ഇൻ സെപ്റ്റംബർ 2025 എന്ന് പറഞ്ഞുകൊണ്ട് 19ാമത്തെ പാരഗ്രാഫ് മുതൽ 26ാമത്തെ പാരഗ്രാഫ് വരെ വിശദീകരിക്കുന്നുണ്ട്. ആരായിരുന്നു സെപ്റ്റംബർ 2025 ദേവസ്വം ബോർഡ് പ്രസിഡന്റ്? അയാളുടെ പേര് PS പ്രശാന്ത് എന്നാണ്. ആ PS പ്രശാന്തിൻ്റെ കാലത്ത് നടന്ന ക്രമക്കേടുകളെക്കുറിച്ച് നവംബർ 5, 2025 ദേവസ്വം ബെഞ്ച് ഒരു വിധിന്യായത്തിൽ പറഞ്ഞിട്ടുള്ളത്. ആ വിധിന്യായം എൻ്റെ അടുത്തുണ്ട്. നവംബർ 5 കഴിഞ്ഞ് ഡിസംബർ 5 കഴിഞ്ഞ് ജനുവരി 5 കഴിഞ്ഞ് ഇപ്പോൾ ഫെബ്രുവരി 5 ആവാൻ പോകുന്നു. ഫെബ്രുവരി 5 ഇന്ന്. അതെ, ഫെബ്രുവരി 5 ഇന്ന്. അപ്പോൾ ബഹുമാനപ്പെട്ട ദേവസ്വം ബെഞ്ച് PS പ്രശാന്തിൻ്റെ കാലത്ത് നടന്ന അതിഗുരുതരമായിട്ടുള്ള ക്രമക്കേടുകളെക്കുറിച്ച് പറഞ്ഞിട്ട് ഇന്ന് 3 മാസം തികയുമ്പോൾ PS പ്രശാന്തിനെ എന്തുകൊണ്ടാണ് ദേവസ്വം ബെഞ്ച് അറസ്റ്റ് ചെയ്യാത്തത്? ദേവസ്വം ബെഞ്ച് എന്ന് ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഞാൻ ന്യായാധിപന്മാരുടെ പേര് പറഞ്ഞാൽ പിന്നെ കോടതി ലക്ഷ്യം വരുമെന്നുള്ളതുകൊണ്ടാണ് ഞാൻ ദേവസ്വം ബെഞ്ച് എന്ന് ചോദിക്കുന്നത്. അപ്പോൾ PS പ്രശാന്തിനെ അറസ്റ്റ് ചെയ്യാത്ത എന്തുകൊണ്ടാണ്? അപ്പോൾ PS പ്രശാന്തിനെ അറസ്റ്റ് ചെയ്യാതിരിക്കുന്ന അന്വേഷണം എങ്ങനെയാണ് തറോയാകുന്നത്? PS പ്രശാന്തിനെ അറസ്റ്റ് ചെയ്യാത്ത അന്വേഷണം എങ്ങനെയാണ് പ്രൊഫഷണലും? PS പ്രശാന്തിനെ അറസ്റ്റ് ചെയ്യാത്ത അന്വേഷണം എങ്ങനെയാണ് ഈസ് ആൻ ഇൻവെസ്റ്റിഗേഷൻ ലീവിങ് നോ സ്റ്റോൺസ് അൺടേൺഡ് എന്ന് പറയുന്നത് എങ്ങനെയാണ് മനസ്സിലാവുന്നില്ല? അതുപോലെ തന്നെ വേറൊരു വിധിന്യായമുണ്ട്. ആ വിധിന്യായത്തിൽ അതായത് ഒക്ടോബർ 21 ഒരു വിധിന്യായമുണ്ട്. അതും കൂടെ ഞാനിവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. ആ വിധിന്യായത്തിൽ ഈ ബഹുമാനപ്പെട്ട ദേവസ്വം ബെഞ്ച് തന്നെ 9 ഗൂഢാലോചനകൾ നടന്നിട്ടുണ്ട് എന്ന് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനോട് പറഞ്ഞതാണ്. എൻ്റെ കയ്യിലുണ്ട് 9 ഗൂഢാലോചനകൾ. ആ 9 ഗൂഢാലോചനയിൽ എത്ര ഗൂഢാലോചന അന്വേഷിച്ചിട്ടുണ്ട് SIT? ദേവസ്വം ബെഞ്ച് ഒന്ന് പറഞ്ഞേ. അപ്പോൾ ദേവസ്വം ബെഞ്ച് നമ്മൾ പൊതുജനങ്ങളോട് SITയിൽ ഞങ്ങൾക്ക് വളരെ തൃപ്തമാണെന്നും SIT വളരെ തറോ മാനറിലാണ് അന്വേഷിക്കുന്നതെന്നും SIT ഹാസ് നോട്ട് ലെഫ്റ്റ് എനി സ്റ്റോൺ അൺടേൺഡ് എന്നൊന്ന് പറയുമ്പോഴും ദേവസ്വം ബെഞ്ച് SITയോട് അന്വേഷിക്കാൻ പറഞ്ഞ ഗൂഢാലോചനകൾ അവരന്വേഷിച്ചോ എന്ന് ഞങ്ങൾ ചോദിക്കില്ലേ? ഞങ്ങൾ പൊതുജനങ്ങൾ ചോദിക്കില്ലേ?
ദേവസ്വം ബെഞ്ച് PS പ്രശാന്തനെ കുറിച്ച് പറഞ്ഞ കാര്യങ്ങൾ അവരെ അന്വേഷിക്കാഞ്ഞത് എന്താണ് എന്ന് ദേവസ്വം ബെഞ്ച് ചോദിച്ചില്ലെങ്കിലും ഞങ്ങൾക്ക് ചോദിക്കേണ്ടി വരില്ലേ? പിന്നെ അതാണ് ഞങ്ങൾ ചോദിക്കുന്നത്. അങ്ങനെ ചോദിക്കുന്നത് എന്തുകൊണ്ടാണ്? ദേവസ്വം ബെഞ്ച് തന്നെയാണ് ഞങ്ങളോട് പറഞ്ഞത്, കോടിക്കണക്കിന് ഭക്തന്മാരുടെ വിശ്വാസം സംരക്ഷിക്കേണ്ട ബാധ്യത ഞങ്ങൾക്കുണ്ട്, പബ്ലിക്കിൻ്റെ കോൺഫിഡൻസ് ഇൻസ്റ്റിൽ ചെയ്യണം എന്നൊക്കെ ദേവസ്വം ബെഞ്ചാണ് ഞങ്ങളോട് പറഞ്ഞത്. അതെ, ദേവസ്വം ബെഞ്ചാണ് ഞങ്ങളോട് പറഞ്ഞത് ഇത് ശബരിമലയിലെ കോടിക്കണക്കിലൂടെ സ്വർണം കട്ടുകൊണ്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ദേവസ്വം ബെഞ്ചാണ് ഞങ്ങളോട് പറഞ്ഞത് ഉണ്ണികൃഷ്ണൻ പോറ്റിയാണ് അതിനകത്ത് ഏറ്റവും വലിയ കഥാപാത്രമെന്ന്. ഞങ്ങൾക്ക് ഉണ്ണികൃഷ്ണൻ പോറ്റി അറിയില്ലായിരുന്നു. ദേവസ്വം ബെഞ്ചാണ് ഒരു ദിവസം സുപ്രഭാതത്തിൽ പറഞ്ഞത് ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് പറഞ്ഞ ഒരുത്തനുണ്ടെന്ന് പറഞ്ഞു. ദേവസ്വം ബെഞ്ചാണ് ഞങ്ങളോട് ഒരു ഇടക്കാല വിധിന്യായത്തിൽ പറഞ്ഞത് ഇയാൾക്ക് പുരാവസ്തു കള്ളക്കടത്ത് സംഘക്കാരുമായിട്ട് ബന്ധമുണ്ട്, അത് അന്വേഷിക്കണമെന്ന് ദേവസ്വം ബെഞ്ച് ഞങ്ങളോട് പറഞ്ഞത്. ആ അന്വേഷണങ്ങളൊന്നും നടത്തുന്നില്ല SIT. ഇനി SIT വളരെ തറവാണെന്നും വളരെ മെറ്റിക്കുലസ് ആണെന്നും വളരെ ക്ലിനിക്കൽ പ്രൊസിഷൻ അന്വേഷിക്കുകയാണെന്നൊക്കെ ദേവസ്വം ബെഞ്ച് പറയുന്നുണ്ടല്ലോ. ഈ ഹൈക്കോടതിയിലെ തന്നെ വേറൊരു സിംഗിൾ ബെഞ്ചല്ലേ പറഞ്ഞത് ഇത് അട്ടിമറിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണെന്ന്. ഈ രാജാ വിജയരാഘവൻ എന്ന് പറഞ്ഞ ന്യായാധിപൻ്റെയും KV ജയകുമാർ എന്ന് പറഞ്ഞ ന്യായാധിപൻ്റെയും കോടതി മുറിക്ക് അപ്പുറത്തൊരു സിംഗിൾ ബെഞ്ച് ജഡ്ജിരിപ്പുണ്ട്. അദ്ദേഹത്തിൻ്റെ പേരാണ് A ബദറുദ്ദീൻ. അദ്ദേഹം 3 വിധിന്യായങ്ങൾ ഇറക്കിയിട്ടുണ്ട്. ആ 3 വിധിന്യായങ്ങൾ ശക്തമല്ലായിരുന്നെങ്കിൽ ഈ പ്രതികളൊക്കെ എന്നേ ഇറങ്ങിപ്പോയേനെ. ആ ദേവസ്വം ആ സിംഗിൾ ബെഞ്ച് എന്താ പറഞ്ഞേ? ആ സിംഗിൾ ബെഞ്ച് പറഞ്ഞു ദേവസ്വം ബോർഡിൻ്റെ പ്രസിഡന്റ് പത്മകുമാർ ഗൂഢാലോചന നടത്തി. ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഗൂഢാലോചന നടത്തി, ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഗൂഢാലോചന നടത്തിയെങ്കിൽ എങ്ങനെയാണ് പത്മകുമാർ മാത്രം ഉള്ളിൽ പോകുന്നത്? KP ശങ്കരദാസും വിജയകുമാറും എന്താണ് ക്രിമിനൽ കൾപ്പബിലിറ്റി അവർക്കില്ലാത്തത് എന്ന് A ബദറുദ്ദീനാണല്ലോ ചോദിച്ചത്. ദേവസ്വം ബെഞ്ച് എന്തേ ചോദിക്കാഞ്ഞത്? പത്മകുമാറിനെ ജയിലിലാക്കിയപ്പോൾ KP ശങ്കരദാസിനെയും വിജയകുമാറിനെയും പ്രതികൾ പോലും ആക്കിയില്ല. ദേവസ്വം ബെഞ്ച് എന്തേ ചോദിക്കാതിരുന്നത്? അത് ബദറുദ്ദീനാണ് ചോദിച്ചത്. എന്നിട്ട് എന്ത് സംഭവിച്ചു? KP ശങ്കരദാസ് പ്രതിയാകുന്നിടം വരെ അയാൾക്ക് ഒരു ആരോഗ്യ പ്രശ്നങ്ങളും ഇല്ലായിരുന്നു. അയാൾ എന്നെ പോലെയും പിന്നെ അനിൽ നമ്പ്യാരെ പോലെയും ആരോഗ്യ സൗഖ്യത്തോടുകൂടി നടന്ന അയാൾ ദ മൊമെൻറ്റ് ഹി ബിക്കേം ആൻ അക്യൂസ്ഡ് അയാൾ നേരെ ആശുപത്രിയിലോട്ട് ചെല്ലുന്നു. ഇവിടെ SP ബോട്ട് ആശുപത്രി ചെന്നിട്ട് അയാളുടെ ഫോട്ടോ കൊണ്ട നമ്മൾ വിചാരിക്കും അയാൾ ഇപ്പോൾ ചത്തുപോകുന്നു. ഇങ്ങനെ മലന്ന് കിടക്കുകയാണ് അയാൾ ശ്വാസം വലിച്ചുകൊണ്ട്. അയാളുടെ ഊർത്ത ശ്വാസം വലിക്കുന്ന അവസാന ശ്വാസം വലിക്കുന്ന പോലത്തെ ഫോട്ടോ. ആ ഫോട്ടോയും കൊണ്ട് പ്രതികൾ ഹൈക്കോടതി ചെന്നു. ആ ഫോട്ടോയും മേടിച്ചേച്ച് SIT പറഞ്ഞു അയ്യോ അയാളെ ചോദ്യം ചെയ്യാൻ പറ്റില്ല, അയാൾ ആശുപത്രി കിടക്കുകയാണെന്ന് പറഞ്ഞു. അപ്പോൾ A ബദറുദ്ദീൻ ചോദിച്ചത് എന്താണ് നിങ്ങൾ ഈ കാണിക്കുന്നത്? അയാൾക്ക് ഇന്നലെ വരെ ഒരു കുഴപ്പമില്ലായിരുന്നല്ലോ, അയാൾക്ക് ഇപ്പോൾ എങ്ങനെയാണ് അസുഖം വന്നത്? അയാളുടെ അസുഖം എന്താണെന്ന് എനിക്കറിയില്ല. അയാളുടെ മകൻ ഒരു SP ആയതുകൊണ്ടാണോ DIG ആയതുകൊണ്ടാണോ അയാളെ അറസ്റ്റ് ചെയ്യാൻ പറ്റാത്തതെന്ന് ചോദിച്ചത് A ബദറുദ്ദീനാണ്. എന്താ SIT ചോദിക്കാതിരുന്നത്? അല്ല ദേവസ്വം ബെഞ്ചത്തെ ചോദിക്കാതിരുന്നത്? കണ്ണ് കെട്ടിപ്പോയോ ദേവസ്വം ബെഞ്ചിൻ്റെ? അവസാനം എന്ത് സംഭവിച്ചു? A ബദറുദ്ദീൻ്റെ ശക്തമായ നിലപാട് കൊണ്ട് ആണ് ഈ പ്രതികൾ അറസ്റ്റ് ചെയ്യപ്പെട്ടതും KP ശങ്കരദാസ് ഉൾപ്പെടെ ജയിലിൽ കിടക്കുന്നതും. അപ്പം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ പൊതുജനങ്ങൾക്ക് ഈ സംശയം ഉണ്ടായിട്ടുള്ളത് ഹൈക്കോടതി തന്നെ പറയുന്ന വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായങ്ങൾ കൊണ്ടാണ്. തീർച്ചയായും. ഇനി ഒറ്റ കാര്യം കൂടെ ഞാൻ ആദ്യമായിട്ട് പറഞ്ഞ് അവസാനിപ്പിച്ചോളാം. CPM പറഞ്ഞ പല കാര്യങ്ങളും ദേവസ്വം ബെഞ്ച് പറയുന്നു. അതാണ് ഞങ്ങളെ ഞെട്ടിക്കുന്നത്. ഇതിന് 2 FIR ആണല്ലോ ഉള്ളത്. ഒന്ന് 3700/2025 എന്ന് പറഞ്ഞൊരു FIR, അത് ദ്വാരപാലക ശില്പങ്ങളുടെ FIR. 3701/2025 എന്നുള്ളത് കട്ടളപ്പാളിയുടെ FIR. ഇത് രണ്ടുമാണല്ലോ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. അത് 2019 2025 ഇടയ്ക്ക് നടന്ന സംഭവങ്ങളാണല്ലോ. അത് അന്വേഷിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് ഒരു സുപ്രഭാതത്തിൽ ദേവസ്വം ബെഞ്ച് നമ്മളോട് പറയാം 998 മുതൽ അന്വേഷിക്കണമെന്ന്. 998 മുതൽ അന്വേഷിക്കണമെന്ന് പറഞ്ഞത് സർക്കാരാണ്, പിണറായി സർക്കാരാണ് പറഞ്ഞത് 98 മുതൽ അന്വേഷിക്കണമെന്ന്. അപ്പം ഞങ്ങൾ പൊതുജനങ്ങൾ നോക്കുമ്പോഴത്തേക്കും ആ 98 മുതൽ അന്വേഷിക്കണമെന്ന് പറഞ്ഞാൽ അത് CPM പറഞ്ഞത് കാര്യങ്ങൾ തന്നെയാണല്ലോ ദേവസ്വം ബെഞ്ച് പറയുന്നത് എന്ന് ഞങ്ങൾക്ക് തോന്നിയാൽ ഞങ്ങളെ സംശയിക്കാൻ പറ്റുമോ? അതുപോലെ തന്നെ അന്വേഷണത്തിൻ്റെ പരിധിയിലില്ലാത്തതാണ് വാജിവാഹനം. വാജിവാഹനം മാറ്റിയപ്പോൾ ഹൈക്കോടതിയുടെ നിരീക്ഷണത്തിലാണ് എന്ന് ഹൈക്കോടതി തന്നെ പറഞ്ഞിട്ടുള്ളതാണ്. ദേവൻ രാമേന്ദ്രൻ്റെ നേതൃത്വത്തിലുള്ള ഡിവിഷൻ ബെഞ്ചിൻ്റെ നിയന്ത്രണത്തിലാണ് അന്ന് വാജിവാഹനം മാറ്റിയത്. ആ വാജിവാഹനം തോണ്ടിയായിട്ട് എടുത്തുകൊണ്ട് പോവുകയാണ് SIT. ആ വിഷയത്തിൽ FIR പോലുമില്ല. അപ്പോൾ അത് തൊണ്ടിയായിട്ട് എടുത്തുകൊണ്ട് പോകുമ്പോഴത്തേക്കും ദേവസ്വം ബെഞ്ച് പറയുകയാണ് അതും കൂടെ അന്വേഷിക്കണം. അപ്പം ഞങ്ങൾക്ക് സംശയം തോന്നൂല്ലേ? കാരണം 2 FIR വെച്ച് അന്വേഷിച്ചുകൊണ്ടിരുന്നു. അത് മാറിയിട്ട് ഇപ്പം എല്ലാം കൂടെ ആടാപാടാലം അങ്ങോട്ട് അന്വേഷിക്കുകയാണ്. ഇനി ഒരു കാര്യം കൂടെ പറഞ്ഞ് തീർന്നോളാം. ദേവസ്വം ബെഞ്ചാണല്ലോ നമ്മളോട് സുഭാഷ് കപൂറിനെ കുറിച്ചിട്ട് പറഞ്ഞത്.
ആ സുഭാഷ് കപൂറിനെ കുറിച്ച് പറഞ്ഞപ്പം പിന്നെ ബഹുമാനപ്പെട്ട മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ഒരു കാര്യം പറഞ്ഞു. അതിന് രമേശ് ചെന്നിത്തലയുടെ മൊഴിയെടുത്തു. രമേശ് ചെന്നിത്തല ഒരു വിദേശ വ്യവസായിയെക്കുറിച്ച് പറഞ്ഞു, അയാളുടെ മൊഴിയെടുത്തു. അയാൾ വന്നപ്പോൾ അയാൾ പറഞ്ഞു ഡി മണി എന്ന് പറഞ്ഞ ഒരുത്തനുണ്ടെന്ന് പറഞ്ഞു. ആ ഡി മണിയെ വിളിച്ച് മൊഴിയെടുത്തു. അയാളെ പറഞ്ഞങ്ങ് വിട്ടു. പൊടിയും തൊട്ടി SIT അവരുടെ വഴിക്ക് പോയി. സുഭാഷ് കപൂറും പോയി, എല്ലാം പോയി. കോടതി പറഞ്ഞത് എല്ലാം പോയി. ഇതെല്ലാം ചെയ്യുക, ഇതെല്ലാം ഈ വിട്ടുവീഴ്ചകളെല്ലാം ഇപ്പം കടകംപള്ളി സുരേന്ദ്രനെ മാത്രം എന്തിനാണ് SIT രഹസ്യമായിട്ട് ചോദ്യം ചെയ്തത്? മറ്റുള്ളവരെല്ലാം പരസ്യമായിട്ടാണല്ലോ ചോദ്യം ചെയ്തത്. കടകംപള്ളി സുരേന്ദ്രൻ ഇപ്പം പിന്നെ CPM-കാർ വന്നിട്ട് സോണിയാഗാന്ധിക്ക് ചരട് കെട്ടിക്കൊടുത്തത് പറയുന്നുണ്ടല്ലോ. കടകംപള്ളി സുരേന്ദ്രൻ ബാംഗ്ലൂർ എയർപോർട്ടിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയും ഗോവർദ്ധനായിട്ടിരിക്കുന്ന ഫോട്ടോ പുറത്തു വന്നല്ലോ. കടകംപള്ളി സുരേന്ദ്രൻ ഇവരുടെ വീട്ടിൽ പോയി സമ്മാനം കൊടുക്കുന്ന ഫോട്ടോ പുറത്തു വന്നല്ലോ. കടകംപള്ളി സുരേന്ദ്രനെ കുറിച്ചിട്ടൊരു അന്വേഷണവും വേണ്ടേ? കടകംപള്ളി സുരേന്ദ്രനെ ഒന്നും അന്വേഷിക്കണ്ടേ? PS പ്രശാന്തിൻ്റെ സമയം ഏതാ? സെപ്റ്റംബർ 25 PS പ്രശാന്ത് സെപ്റ്റംബർ 25 ക്രമക്കേട് നടത്തുന്ന സമയത്ത് ദേവസ്വം മന്ത്രി ആരാ? PN വാസവനാണ്. PS പ്രശാന്തിനെ കുറിച്ചിട്ട് അന്വേഷണം ഇല്ല. കടകംപള്ളി സുരേന്ദ്രനെ കുറിച്ചിട്ട് അന്വേഷണം ഇല്ല. അന്താരാഷ്ട്ര പുരാവസ്തു തട്ടിപ്പുകാരെ കുറിച്ചിട്ട് അന്വേഷണം ഇല്ല. 1998 മുതൽ അന്വേഷിക്കുന്നു. വാജിവാഹനം അന്വേഷിക്കുന്നു. ഇതൊക്കെ എന്തന്വേഷണമാണ് SITയുടെ എന്ന് ഞങ്ങൾക്ക് മനസ്സിലാകുന്നില്ല. അപ്പം അതുകൊണ്ട് ഞാൻ ഈ ഘട്ടത്തിൽ പറഞ്ഞ് അവസാനിപ്പിക്കുന്ന ഇത്രയേ ഉള്ളൂ. SITയുടെ അന്വേഷണത്തിൽ ഒരു പിടി വീഴ്ചകളുണ്ട്. SITയുടെ അന്വേഷണത്തിൽ വീഴ്ചകളുണ്ടെന്ന് ബഹുമാനപ്പെട്ട ഹൈക്കോടതി തന്നെയാണ് പൊതുജനങ്ങളെടുത്ത് ഞങ്ങളുടെ അടുത്ത് പറഞ്ഞത്. പക്ഷേ SIT എല്ലാം ഭദ്രമാണെന്ന് ഹൈക്കോടതി പറയുമ്പോൾ ഞങ്ങൾക്കത് തൊടാതെ വിഴുങ്ങാൻ കഴിയില്ല എന്ന് മാത്രമേ ഈ ഘട്ടത്തിൽ എനിക്ക് സൂചിപ്പിക്കാനുള്ളൂ. ഓക്കെ ഇടവേള.